ഹലോ, അപ്പം ഞാൻ ഇപ്പോൾ ജയ്പൂരാണുള്ളത്. 4 ദിവസമായി വന്നിട്ട്, അല്ല 3 ദിവസമായി വന്നിട്ട്. ഇതുവരെയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. കുറേ കോമഡി കാര്യങ്ങളുണ്ട് കേട്ടോ ഈ നാട്ടിൽ. നമ്മൾ ഈ പറയുന്ന ഹോളിവുഡ് മൂവീസൊക്കെ കാണുമ്പോൾ നമ്മൾ മറ്റേ റോട്ടിൽ കൂടി പശു കാളൊക്കെ നടക്കുന്നതും പിന്നെ എയർപോർട്ട് ഭയങ്കര കോമഡി ആയിട്ട് കാണിക്കുന്നതൊക്കെ ഇല്ലേ, അതൊക്കെ കറക്റ്റാണ് ഇവിടെ ജയ്പൂർ. കറക്റ്റ് അതുപോലെ തന്നെയാണ്. അതായത് ഒരു മതിലിൻ്റെ അപ്പുറത്തുനിന്നാണ് ലഗേജ് ഇപ്പുറത്തേക്ക് വരുന്നത്. പിന്നെ റോഡിൽ ഹൈവേയിൽ ഈ പറയുന്ന പശുക്കളും ഇതൊക്കെ ഉണ്ട്. കോമഡിയാണ്. പിന്നെന്താ, പോലീസ് സ്റ്റേഷൻ്റെ പേരിലൊക്കെ ഈ പരസ്യം വെച്ചിട്ടുണ്ട്, ടെക്സ്റ്റൈൽസിൻ്റെ പരസ്യം, അങ്ങനത്തെ കുറേ കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പം ഹവാമഹലിലേക്ക് വന്നെന്ന് തോന്നുന്നു. ഇതിപ്പം ഡേ ട്രിപ്പായിട്ട് ഞങ്ങൾ ഒരു 19 പേരുണ്ട്. ബാക്കി പിന്നെ എടുക്കാം. ഓക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു ഗൈസ്. ഇത് അനന്തു, നമ്മളെ മറ്റേ കൊറിയൻ വ്ലോഗിൽ കണ്ടിട്ടുണ്ട്. This property still belongs to Jaipur Royal Family, right? There we have 2 types of tickets, like half part of the palace converted into the museum by Royal Family and half part is museum. So museum ticket is 300 rupees for Indian, for foreigner that is 1000 rupees. If you have any student ID cards, then you get concession. For Indian that will be 150 rupees, for foreigner that will be 500 rupees. And if you want to see private residence of Jaipur Royal Family, that is quite expensive, and price is 3000 for Indian and 4000 rupees for foreigner for the palace. സോ ഞാൻ ടിക്കറ്റ് എടുത്തു. ഇത് ആക്ച്വലി സിറ്റി പാലസ് എന്നാണ് എൻ്റെ പേര്. ഇതാണ് സാധനം. അപ്പം എനിക്ക് ആക്ച്വലി സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട് കിട്ടി. ഞാൻ യൂണിവേഴ്സിറ്റി ഡിസ്കൗണ്ട് കാണിച്ചപ്പം പുള്ളി കുറച്ച് നേരം നോക്കിയിട്ട് പുള്ളി ഒറിജിനൽ കാർഡായിട്ടുണ്ടോ എന്ന് വെച്ചപ്പോൾ കാർഡ് കാണിച്ചു കൊടുത്തു. പുള്ളി ചോദിച്ചില്ല, അതായത് ഞാൻ ഇന്ത്യൻ സ്റ്റുഡൻ്റ് അല്ലല്ലോ, പക്ഷെ ചോദിച്ചില്ല, കിട്ടി. അത് ഓക്കെ അടിച്ചു. അപ്പോൾ ബാക്കിയാണ് അവിടെ സൽമാനൊക്കെ ഉണ്ട്. പുള്ളി ആക്ച്വലി ഞാൻ കാണിച്ചിട്ടില്ല മുമ്പ്, കാരണം പുള്ളിയെ കണ്ടിട്ട് കുറേ കാലമായി. ഇപ്പം കാണുന്നുള്ളൂ, ഇവിടെ വെച്ച് കാണുന്നുള്ളൂ. ഓക്കെ, യാത്ര തുടങ്ങി. പുള്ളിയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. Everywhere you have to show your ticket. So end of the queue, I'll return you. Please give me your ticket. ഇത്രയും പേരുണ്ട്. കറങ്ങിയെടുക്കാൻ പോവാണ്. ആൾക്കാർ വരുന്നുണ്ട്. ഷിറ്റാ? ഓ, ഞാൻ ഷിറ്റെന്ന് കേട്ട്. അനന്തിനെ അറിയാമല്ലോ. പിന്നെ പുള്ളിക്കാരി മലയാളിയാണ്. ഡിംപിൾ എന്നാണ് പേര്. നമസ്കാരം. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഇതാ പോകുന്നു സൽമാനിക്ക ആൻഡ് വൈഫ്. പുള്ളിയെ കണ്ടിട്ട് കുറേ കാലമായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ടിക്കറ്റ് എടുത്തിട്ട് പുള്ളി കയറി, ഞങ്ങളുടെ കൂടെ കയറി. ഷെയ്ഡിലേക്ക് കയറാൻ പറയുന്നുണ്ട്. നമുക്ക് ഷെയ്ഡ് കയറി നോക്കാം. സോ ഇത് കണ്ടോ, ഇത് രണ്ടും പ്യുവർ സിൽവറാണ്. ഇത് രണ്ടും ഉണ്ടാക്കിയത് ഗംഗാജലി എന്നാണ് പേരിട്ടത്. ഇത് രണ്ടെണ്ണം ലാർജസ്റ്റ് വെസൽസ് ഇൻ ദ വേൾഡ്. എന്താ പറയുക, ഇത് വായിച്ചാൽ മനസ്സിലാവും. ഞാനിത് എന്തായാലും കുറച്ച് നേരത്തേക്ക് വെച്ചിട്ട് പോസ് ചെയ്തോ. കിങ് എഡ്വേർഡ് 7th വേണ്ടിയിട്ട്, പുള്ളിയുടെ കോർണേഷന് വേണ്ടിയിട്ട് ലണ്ടനിൽ പോയത്. അപ്പം ഹോളി വാട്ടർ മാത്രം കുടിക്കുന്ന കിങ് ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന മാധവ് സിംഗ് 2nd. പുള്ളി 2 ഇതിനകത്തും വെള്ളം നിറച്ചിട്ട് ലണ്ടനിലേക്ക് കൊണ്ടുപോയത്. കാരണം ലണ്ടനിലെ തേംസ് നദിയിലെ വെള്ളമൊക്കെ നമുക്കറിയാമല്ലോ, തെളിയാണല്ലോ. അപ്പോൾ അങ്ങനെ പുള്ളി ഇതും കൊണ്ട് പോയതാണ് കാണുന്നത്, 2 വെള്ളം കൊണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ഓൺലൈനിൽ കിട്ടും. സോ എല്ലാ രാജാക്കന്മാർക്കും ഈ പറയുന്ന ലണ്ടനിലെ രാജാക്കന്മാരായിട്ട് വലിയ ബന്ധമായിരുന്നു. പുള്ളിയാണ് മറ്റേ വെള്ളം അടിച്ചുകൊണ്ട് പോയ പുള്ളി, ഐ മീൻ വെള്ളം ചുമന്നുകൊണ്ട് പോയ പുള്ളി. ഈ പുള്ളിയാണ് കിങ് ആൽബർട്ട് വന്നപ്പം ഈ സിറ്റി മൊത്തം പിങ്കാക്കിയത് ഈ പുള്ളിയാണ്. ഓക്കെ, മഹാരാജ സവായ് രാംസിംഗ് 2. ഇത് പ്രീത്തം, അതായത് ഡാൻസ് കളിക്കുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഡാൻസ് കളിച്ചേക്കാം, ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സരസഗുരാര നന്ദകിഷോര. ഫ്രണ്ട്സ് ഓഫ് ദി മ്യൂസിയം, ഇത് കേട്ടാൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഫ്രണ്ട്സ് ഓഫ് ഫിഗ്മ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ, അതായത് ഫ്രണ്ട്സ് ഓഫ് ഫിഗ്മ ക്രിയേറ്റേഴ്സാണ്, ഇത് ആർട്ടിസ്റ്റാണ്. സെയിം സ്റ്റഫ്. എനിക്ക് തോന്നുന്നു പേര് അങ്ങനെ ഇട്ടതായിരിക്കണം തോന്നുന്നുണ്ട്.
आज के अंदर चलते हैं, आइए अपन देखेंगे. ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതാണ് സാധനം, ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം. ഒരു ആർട്ട് ഗാലറി പോലെ ഉണ്ടാക്കി വെച്ചേക്കാണ്. പുള്ളി ഇപ്പോൾ ലൈവ് ഡെമോൺസ്ട്രേഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നടന്ന് ജന്തർ മന്ദിറിൻ്റെ ടിക്കറ്റ് എത്തിയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഉണ്ടായിരുന്ന ബിൽഡിങ്. ജന്തർ മന്ദിറിൻ്റെ ടിക്കറ്റിംഗ് സിസ്റ്റമാണ്. ഇവിടെ കയറി ടിക്കറ്റ് എടുക്കണം. ചീപ്പാണ്, കുഴപ്പമില്ല, ടിക്കറ്റ് എടുക്കാം. സോ ഇപ്പോൾ ജന്തർ മന്ദിറിലാണുള്ളത്. ഇവിടെ വെയിലുള്ളപ്പോൾ മാത്രമേ ഇതിനുള്ളിൽ കയറിയിട്ട് കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതാ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. പണ്ട് ഫുള്ളി സെറ്റപ്പാക്കിയ ഇൻസ്ട്രുമെൻറ്റ്സാണ് ഇതൊക്കെ. അതിനൊക്കെ കാര്യങ്ങളിപ്പോൾ പറയും. ഞാനിപ്പോൾ അങ്ങോട്ട് ചെല്ലട്ടെ. ഞാൻ ആ ലാസ്റ്റ് കയറുന്നത് കൊണ്ടൊന്നും കേട്ടില്ല. അപ്പാരൻ്റ്ലി വെയിലുള്ളപ്പോൾ മാത്രമേ പറ്റുള്ളൂ. അതാണ് കുഴപ്പം. സൺഡേയിലും പിന്നെ എന്തൊക്കെയോ എന്തൊക്കെ സാധനങ്ങളുണ്ട്. പിന്നെ നോക്കാം, അവിടെ ഇരിക്കട്ടെ. അതിവല്യാണ് അത്. ഇത് Part A works from 6 AM to 12, and after 12 Part B works. As far as the shadow of the wall falls on the marble plate, that will be local time of Jaipur. So I told you this clock only shows local time of Jaipur, but Indian Standard Time we get from Allahabad. So when we will add difference, then we will get Indian Standard Time. And minimum difference is 10 minutes, maximum minute difference is 41 minutes. So today's difference is written over there, 26 minutes. So when we will add 26 minutes in local time, then we will get Indian Standard Time. Now I'll show you how it's works. From this side. नहीं चलेगा. Let's stick together. So you can see hours are written on the marble plate. Each marble plate is showing time of 1 hour. And you can see the 1 hour divided in 15 minutes. Like this is 15, 30, 45 an hour. And 15 minutes is like divided in 5 minutes. 5, 10, 15. This is 1 minute. On the bottom that is 20 seconds. Now you can see shadow is falling here. Right? So this is 15, 35, 45. 12:45 is local time, and when we will hit 26 minutes, then we will get Indian Standard Time. So 12:45 plus 26. So yes. ജന്തർ മന്ദിറിൻ്റെ പാർട്ട് എ, പാർട്ട് ബി, അതായത് ഇത് പാർട്ട് എയും ഇത് പാർട്ട് ബി ആണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ സ്ഥിരമായിട്ട് ഫോട്ടോയിൽ കാണുന്ന ഒരു സ്ട്രക്ചർ. ടീം അവിടെ ഉണ്ട്. ബാക്കി പിന്നെ ആവാം. പിന്നെ ബിൽഡിങ്സ് ഉണ്ട്, കണ്ടോ? But don't throw them onto the clock, otherwise. Line, right? You can see some names are written in Hindi language. So these are names of 12 Zodiac sign names. So 6 Zodiac names are written above the 6 names are written above the equator line, and 6 names are written below the equator line. So in the list, calculation starts from 21st of March. In every zodiac, the sun always moves in every zodiac signs for 1 month. In the list, Aries always comes first, then Taurus, then Gemini, then Leo. So right now the sun is currently moving in Virgo. So from 23rd of September to 22nd September, any child born, his zodiac sign will be Virgo. And we can see with help of that iron plate. So actually people can go inside, right? We are not allowed to go inside, but Some crazy. actually I'm the astrologist. Exactly. But this iron plate shows position of the sun. Don't And right now you can just see snap. shadow of this iron plate is falling there. Okay. That's Where's the iron plate? The one in the middle. Which is on the two strings. Yeah. So you can see shadow is falling there. റാം യന്ത്ര.
ആൻഡ് ഐ തിങ്ക് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. പുള്ളി അവിടെ നിന്ന് പോയിട്ടെന്തോ പറയാൻ പോകാൻ തോന്നുന്നു. പുള്ളി കണക്ക് കൂട്ടിയിട്ട് പറയുന്നു. രാമയന്ത്രം എന്തിലുണ്ട്. വരുന്ന നോക്കട്ടെ, എവിടെയെങ്കിലും എന്തെങ്കിലും കാണും. നോക്കട്ടെ, എന്തെങ്കിലും കാണും. ആക്ച്വലി ഇതൊക്കെ സ്കെയിൽസ് ആണ് കേട്ടോ, എല്ലായിടത്തും സ്കെയിൽ. Right? I told you it shows about rotation of the earth. So when you see top of the pillars, degrees are written over there. At this panel you can see 0 is written there. Then 10, then 20, then 30. So I told you earth rotates 360 degree in 24 hours. That's why this is meaning 360 degree angle. Right now you can see shadow is falling there, and when you see top of the pillar, that is 30 degree. So it means the earth has rotated 30 degree on its axis right now. So you can see shadow is here of the iron ball. And this is also divided in two parts. Like that is part B and this is part A. So I told you each instrument works for 1 hour. Like when part A works, part B does not work. Part B works, part A does not. Like part B over there. ഞാൻ അടക്കം അറിയാണ്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ട്, പ്രശ്നമാണ്. ചക്രയന്ത്ര But it's all closed and only needs one form. Because there are no openings, and it always works. It does not need to switch between. so that is chakra yantra. It is called circle yantra. It shows about time. Time is they will be short or long. You know in summer time they always will be short, night will be long. And in summer they will be long, and night will be short. So it shows, and I tell you how it works. Please come this side. This is prototype and this is final instrument. So we have to fix a iron rod inside the hall, and we have to keep in horizontal position. So when sun moves in southern hemisphere, shadow falls this side. When sun moves in northern hemisphere, shadow falls this side. This is equator line. 2 days of the year, 21st of March and 23rd of September, day and night will be equal. So after 23rd of September, sun moves in southern hemisphere, shadow falls this side. So from here to 23.5 degree, shadow reach in 3 months, and their day will be 22nd December. That will be shortest day of the year. Again shadow goes down in 3 months and it's reach in 21st of March. Sun moves in northern hemisphere and then shadow falls this side. So from here to 23.5 degree, shadow reach in 3 months, but day will be 21st of June. That will be longest day of the year. So one can read the date on this device. Yeah. And there is Taropic of Capricorn. There is Taropic of Cancer. So shadow of iron rod does not cross to Taropic of Cancer and Taropic of Capricorn. വലിയ സംഭവം. ട്രോപ്പിക് ക്യാൻസറും ട്രോപ്പിക് കാപ്രിക്കോണും ഇക്വേറ്റർ ഒക്കെ ഉണ്ടെന്ന് കൊള്ളാം. To see from outside. പുള്ളി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹവാമഹലിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഹവാമഹൽ മറ്റേ പണിതത് ലേഡീസിന് വേണ്ടിയിട്ട് ഈ ജനലുള്ളിൽ കൂടി മറ്റേ ഇവിടെ നിന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്, നൃത്തങ്ങളും കാര്യപരിപാടികൾ കാണാൻ വേണ്ടിയിട്ടാണ് പുള്ളി ചോദിച്ചത്. അല്ലേ? അതെ. അപ്പോൾ പുറത്തുനിന്ന് കാണാൻ പുറത്ത് നല്ല ഭംഗിയാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പോകുന്നു. അപ്പോൾ നമ്മൾ പുള്ളി അങ്ങ് ഫോളോ ചെയ്തങ്ങ് പോകുന്നു. അകത്തൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. പുറത്താണ് അതിന്റെ വിൻഡോ ഒക്കെ പുറത്തുനിന്ന് കാണും. ഇവിടെ രാത്രി വന്നിരുന്നു. രാത്രി ഞാൻ 1 മണി എന്തോ സമയത്ത് ലൈറ്റ് ഉണ്ടായിരുന്നോ? അകത്ത് കയറാൻ സമ്മതിക്കില്ല ഈവനിങ് ആയി കഴിഞ്ഞാൽ. പക്ഷെ പുറത്തുനിന്ന് മറ്റേ ഇതിന് പോലെ ലൈറ്റ് ഉണ്ടാവും. മറ്റേ പിങ്ക് കളർ ബിൽഡിംഗ് വിൻഡോസ് കാണാൻ പറ്റില്ല. ഒരുപാട് വിൻഡോസ് ശരിക്കും എനിക്ക് തോന്നുന്നു more than 1000 വിൻഡോസ് ഒന്നും ഉണ്ട് ഇൻ പാലസ്. അതാണ് പിന്നെ ഹവ എന്ന് പേര് വന്നിരിക്കുമല്ലേ. അല്ല ഇത് ഇത്ര വിൻഡോസിന് കൂടെ കാറ്റടിക്കുമെന്നോ അങ്ങനെ എന്തെങ്കിലും സംഭവം. ഓക്കെ, കൊള്ളാം. നല്ല സീന്. ഓക്കെ.
കുറച്ച് നേരത്തേക്ക് കട്ട് ചെയ്യാം, കുറച്ച് നേരത്തെ കട്ട് ചെയ്യാം. അതൊന്ന് മനസ്സിലാവണല്ലോ എനിക്ക് കണ്ടിട്ട്. ഭയങ്കര സ്റ്റേഡിയായിട്ട് തോന്നുന്നു. കട്ട് ചെയ്യട്ടെ കുറച്ച് നേരത്തേക്ക്. നമ്മൾ കറങ്ങി തിരിഞ്ഞ് ആ വഴിക്കെത്തി, അതിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്. അതാണ് സാധനം. കൊള്ളാം, കുറേ വിൻഡോ ഉണ്ട്. അതാണ് മൈക്രോസ്റ്റാർ മേടിച്ചത് നമ്മുടെ ഭാഗ്യം. ആക്ച്വലി ഇവിടെ വന്നപ്പോൾ മഴ പെയ്ത് തുടങ്ങി, പെട്ടിരിക്കുകയാണ്. മഴ എന്താ ശരിക്കും പെട്ട്, എല്ലാവരും നനഞ്ഞുകൊണ്ട് എല്ലാവരും നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു ഫോർട്ട് കാണിക്കുന്നുണ്ട്, അമീർ ഫോർട്ടോ. അതാണ് സാധനം, അതാണ് സാധനം അമീർ. ഇത് കാണുന്നില്ല, അതായത് ഇപ്പൊ പോയിക്കല്ലേ. നോക്കാം നോക്കാം. ആണ് സൽമാൻ ഖാൻ, നവാലെ, സൗമ്യദീപ്, ഡിംപിൾ, സെസ്വാൻ. ഇറ്റ്സ് എ മീം. സോ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് ഒരു യാത്ര. ഫോൺ പിടിച്ചില്ലെങ്കിൽ ഫോൺ അടിച്ച് നിലത്തിറക്കും. താഴേന്ന് അതുപോലെ ഇങ്ങനെ വന്ന് കയറിയതാണ് കാണുന്നത്. അതുപോലെ മുകളിലേക്കൊക്കെ ഉണ്ട്. നടന്ന് പോകണം തോന്നുന്നു, എനിക്കൊരു പിടിയില്ല. നോക്കട്ടെ ഈ സംഭവം നോക്കട്ടെ. പിന്നെ താഴെ എന്താ വെള്ളമാണോ? ഒരു സൈഡിൽ വെള്ളമാണ്, ഈ സൈഡിൽ നിൽക്കുന്ന വീടുകൾ തന്നെയാണ് തോന്നുന്നു. നമ്മൾ താഴേന്ന് ഇവിടെ എത്തി. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കയറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിന് അടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. ഇതതിൻ്റെ ഒരു സൈഡിലുള്ള വ്യൂ ആണ്. ഇതിപ്പോൾ നമ്മൾ കയറി വന്ന വഴിയുടെ ഭാഗത്ത് തന്നെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും അതിൻ്റെ പക്കത്തെ സ്ഥലമുണ്ട്. നടന്നു പോകാൻ പറ്റിയ കൊള്ളായിരുന്നു. നടക്കാൻ പറ്റുമോ എന്തോ. നമുക്ക് അത് നമ്മൾ വന്ന വഴി കണ്ടോ, അവിടുത്തെ ആൾക്കാരൊക്കെ നമ്മൾ വന്ന വഴി തന്നെ. ഇതെന്തോ അണ്ടർഗ്രൗണ്ട് പാസ് ചെയ്യാൻ തോന്നുന്നു. നടന്ന് കയറിക്കൊണ്ടിരിക്കുക. നല്ല വലുതാ, നടന്നുകൊണ്ടിരിക്കുക. എന്താ ഞങ്ങൾ നല്ല പൊക്കമുണ്ട്. ഇത് ചെറുതാണ്. ഇനി ബാക്കി നമുക്ക് നോക്കാം എന്താ അവസ്ഥ ഒന്ന്. ഇപ്പോൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങി. പിന്നെയും കാഴ്ചകൾ. സോ നേരത്തെ കാണിച്ച വാളല്ലേ ഇതാണ്? ഇതല്ല, ഓപ്പോസിറ്റ് സൈഡിലുള്ള വാള്. അത് ടോട്ടൽ വാള് 12 കിലോമീറ്റർ ലോങ് ആണെന്ന്. അത് വേൾഡിലെ തേർഡ് ലാർജസ്റ്റ് വാളാണ്. രാജസ്ഥാനിലെ വേറൊരാണ് സെക്കൻഡ് വൺ, ഫസ്റ്റ് വൺ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. സോ ഇതും മറ്റേ ദിവാൻ പരിപാടി തന്നെയാണ്, മറ്റേ ആൾക്കാരായിട്ട് കാണാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥലം. ഇത് രാജസ്ഥാനി മുഗൾ ആർക്കിടെക്ചർ രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തൊരു സാധനമാണ്. അപ്പം ഇതായിട്ടുണ്ട് ഹോൾ ഓഫ് പബ്ലിക് ഓഡിയൻസ്. സംഭവം പിന്നെ ഇവിടെ എല്ലാം അങ്ങനെ ഒരു വ്യൂ ഉണ്ട്. പിന്നെ അങ്ങനെ ഒരു വ്യൂ ഉണ്ട്. അത് കൊള്ളാം. അത് കൊള്ളാം. നമ്മൾ താഴത്ത് കണ്ട മറ്റേ വ്യൂ ആണ്. അത് വേറെ അവിടെ നിന്ന് കാണുമ്പോൾ എനിക്കറിയില്ല. കൊള്ളാം. നടന്നൊക്കെ പോയല്ലോ. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ വന്നേ നടക്കാറുണ്ട് കേട്ടോ സുഖമായിട്ട്. നോക്കട്ടെ ആ ഗാർഡനിലേക്കുള്ള വ്യൂ അവിടെ നോക്കട്ടെ. ഓക്കെ, അടുത്ത സൈഡിലെ വ്യൂ നോക്കാം. ആക്ച്വലി നല്ല വലിയ സ്ഥലം കേട്ടോ. അത് ആനന്ദ് നടന്നു വരുന്നു. ആ ഒരു നടപ്പ് കണ്ടോ? നടപ്പ് കണ്ടോ? നിന്നെ തന്നെ. തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. അതാക്കാം. എന്താ ഒരു വ്യൂ. ഇത് അവിടെ നിന്നല്ല, ഇവിടെ നിന്ന് നല്ല വ്യൂ. സെറ്റ് കൊള്ളാം. നമ്മൾക്ക് സ്റ്റെപ്പ് കണ്ടോ? ഇതെന്താണിത്? സ്റ്റെപ്പ് കണ്ടോ?
കൊള്ളാട്ടോ, കൊള്ളാം. ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ ആണ്. നമുക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. റൈറ്റിലോട്ട് പോകണം. ഞാനാണ് ലാസ്റ്റ് കൈ. വേറെ ഒരു കോള് വന്നു. കോളിൻ്റെ പുറകെ പെട്ടുപോയി. കൊള്ളാം. ഷൂലേസൊക്കെ കഴിഞ്ഞു. ഈശ്വര ഷൂലേസൊക്കെ എടുത്ത് കുത്തണമല്ലോ. സുഖ് മന്ദിർ. ഓ, സുഖപ്രഭത്തിന് വേണ്ടി വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. വേണ്ടാ, എൻജോയ്മെൻറ്റ്. സുഖം പം 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 പം. ഓഡിയോ ഗൈഡ് 108 ഡെസിബലിന് മുകളിൽ പോകാൻ പാടില്ല. അതാണ് സംഭവം. അവിടെ 150 മുകളിൽ പോകാൻ പാടില്ല. എന്താ You heard about mirror work. There you can see mirror work on. We are going that side. So we have to go from this side. ആ, അത് കൊള്ളാം. ഇവിടെ വരെ വന്നിട്ട് ഇത് കണ്ടിട്ട് തിരിച്ച് പോകണം. ഇതിൻ്റെ ഉള്ളിൽ നടക്കും. ഓക്കെ, ഇനി അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യട്ടെ കുറച്ച് നേരം. ഷൂലേസ് കെട്ടണം. ഒരു കോളുണ്ട്. വെയിറ്റ് കഴിയട്ടെ. നടന്ന് ഇവിടെ എത്തി. ഇപ്പുറ സൈഡിലെത്തി. ഇത് ശീഷ് മഹൽ എന്ന് വെച്ചാൽ നിറച്ച് മറ്റേ ശീശയല്ലേ, മിറർ. നിറച്ച് മിററാണെന്നാണ് പറയുന്നത്. അതെയാണ് കേട്ടോ, നിറച്ച് മിററാണ്. എന്തോരം ചില്ല പിടിച്ചെന്ന്, എന്തോരം സിലിക്കൺ, എന്തോരം സാൻഡ്, എന്തോരം എന്തൊക്കെയായിരിക്കും പിടിച്ചേക്ക്. നോക്കി ശരി. മുകളിലൊക്കെ ഉണ്ട് കേട്ടോ, എല്ലായിടത്തും ഉണ്ട്. ശീഷ് മഹൽ. നമ്മൾ ഏതോ ഒരു ഗുഹയിലെ കൂടി നടത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ, കിട്ടി. ഗുഹയെ കൂടി നടത്തി ഇവിടെ എത്തി. കൊള്ളാം. നല്ല വഴി. എന്താണ് വഴി? അത് പൂട്ടിയിട്ടേക്കണ വഴി. ഓക്കെ, ഓട്ടയുള്ള വഴി. ഉണ്ടോ? കൊണ്ടോ. ഇവിടെ നിന്നാണ് എല്ലാവരും ഉണ്ട്. ഒരു സ്റ്റെപ്പിൽ ഞങ്ങൾ കയറി വന്നാണ് കാണുന്നത്. മുകളിൽ കൊള്ളാം, നല്ല വാച്ചിങ് കയറി. ഓട്ടമുണ്ട്. ചില്ലി പൊട്ടിയിട്ട് ഒരു ഗ്യാപ്പുണ്ട്. അത് കൊള്ളാം. നിർത്തിയുള്ള നൃത്തങ്ങൾ ചെയ്യാനുള്ള സ്ഥലമാണത്. ഒരു വഴിയുണ്ട്. ആനന്ദോ, മുകളിലേക്ക് നോക്കിയല്ലോ ഈ വഴി. എക്സ്പ്ലോർ. അടിപൊളി. നമ്മൾ കറങ്ങി എവിടെ എത്തി? നമ്മൾ മുകളിലും അവരൊക്കെ താഴിലും. ഇങ്ങനെ പോയി ഓട്ട ഹണിക്കും. സീരിയസ്ലി കൊള്ളാലോ. ഇത് വാക്കിംഗ് ടൂർ ആയിപ്പോയി. അവിടെ നമ്മൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. സൗമ്യതയെ പോയിട്ടൊന്ന് വിസിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടുന്ന് എന്നിട്ട് പോവാം. അയ്യോ, ബ്ലോക്കായോ? ഇവനോട് പുറകെ എത്തിയോ? എടാ, ഈ വഴി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഈ വഴി ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ ഈ ഫോർട്ടിൻ്റെ കുറേ നേരം പോയിക്കൊണ്ടിരിക്കുന്നു. എവിടെ എത്തുന്നു പിടിയില്ല. ഇത് കൊള്ളാം. കുറേ നേരം നടന്നുകൊണ്ടിരിക്കുന്നു. മുകളിലെത്തി. ഇവിടെ വഴി ഉണ്ടായിരുന്നോ? കൊള്ളാമല്ലോ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. നമ്മൾ നടന്ന് ഏതൊരു ബാൽക്കണീൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ അടുത്തായിട്ടുണ്ടത്. കൊള്ളാം. ആ ടൂറും കൺക്ലൂഡായി. ഞങ്ങൾ തിരിച്ചവിടെ ഇറങ്ങുകയാണ്. ഞങ്ങൾ എന്തൊക്കെയോ കാണിച്ച് അഴിക്കൂടെ ഇവിടുന്ന് കുറേ പേർന്ന് ഓടി
ചാടി വന്നപ്പോൾ തിരിച്ച് അവിടെ ഇറങ്ങി പോവാണ്. കുറേ ആൾക്കാരുണ്ട്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടി, എന്തൊക്കെയോ വട്ടാ ശരിക്കും പറഞ്ഞു. ഇപ്പം എന്തായാലും തിരിച്ചു പോട്ടെ, വീട്ടിൽ പോകണം. വീട്ടിലല്ല, ഒരു സ്റ്റോപ്പ് കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഒരു സ്റ്റോപ്പ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു ഹോട്ടലിലേക്ക്.